ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിലെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ളത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആ സബ്ജക്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ കോൺട്രാക്ട് ഹൂസ് വാല്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദി അതർ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റാണ്. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറക്സ്, ഗോൾഡ്, സിൽവർ, കമ്മോഡിറ്റീസ്. അങ്ങനെ അണ്ടർലൈങ് അസറ്റിൽ നിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കോൺട്രാക്ട് ഹൂസ് വാല്യൂ ആർ ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് അതർ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് അണ്ടർലൈങ് അസറ്റ് എന്നുള്ളതും കൂടി എഴുതാം. ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറക്സ്, ഗോൾഡ്, സിൽവർ, കമ്മോഡിറ്റീസ്. അതേ കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് വീറ്റ്, റൈസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി ഡെറിവേറ്റീവ്സ് ആർ ആൾസോ കോൾഡ് ഡെഫേർഡ് ഡെലിവറി ഇൻസ്ട്രുമെൻറ്റ് ഓർ ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഒരു ഡെഫേർഡ് ഡെലിവറി ഇൻസ്ട്രുമെൻ്റ് എന്നും എന്തിനെ വിളിക്കുന്നുണ്ട്? ഡെറിവേറ്റീവ്സിനെ വിളിക്കുന്നുണ്ട്. കാരണം ഡെറിവേറ്റീവ്സിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ പീരീഡിലാകും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്തിനാണ് ഡെറിവേറ്റീവ്സ് ചെയ്യുന്നത്? ഡെറിവേറ്റീവ്സ് ആർ ബീയിങ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? 4 മേജർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷന്, സ്വാപ്പ്. അപ്പോൾ ഇത് ഓരോന്നാണ് ഇനി എന്ത് ചെയ്യുന്നത്? ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ചോദിക്കാനുള്ള ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് മീൻസ് എലിമിനേറ്റിംഗ് ദി റിസ്ക് ഇസ് ഇൻ ആൻ അസറ്റ് ഓർ ലാബിലിറ്റി. അപ്പോൾ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലാബിലിറ്റിൻ്റെ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഹെഡ്ജിങ് മീൻസ് എലിമിനേറ്റിംഗ് ദി റിസ്ക് ഇൻ ആൻ അസറ്റ് ഓർ ലാബിലിറ്റി. ഹെഡ്ജിങ് ക്യാൻ ബി ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹെഡ്ജിങ് നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് റിസ്ക് എന്ത് ചെയ്യും? ഒഴിവാക്കാൻ സഹായിക്കും. ഓക്കെ, ഇനി ഡെറിവേറ്റീവ്സിൻ്റെ കാറ്റഗറിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഹെഡ്ജിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റഗറിസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ്, ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? മീനിങ് പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞു ഡെറിവേറ്റീവ്സ് എന്നുള്ളത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹെഡ്ജിങ് ദി റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്, ഈച്ച് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി ഹാവിങ് ആൻ അണ്ടർലൈങ് അസറ്റ്. ഓരോ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിനും എന്തുണ്ടാകും? ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാകും. അണ്ടർലൈങ് അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാണ്? എന്താ പറയുക, കമ്മോഡിറ്റീസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെയാണ് എന്ത്? അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഓരോ ഈ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റും അല്ലെങ്കിൽ ഓരോ ഡെറിവേറ്റീവ്സും അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിന് അണ്ടർലൈങ് അസറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, സിമ്പിളാണ് അല്ലേ? ആ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഗാർഡ് അഗെയിൻസ്റ്റ് ദി അൺസർട്ടനിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ദി ഫ്ലക്ച്വേഷൻ ഇൻ അസറ്റ് പ്രൈസ്. ഇപ്പോൾ അസറ്റിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഒരു ഇതാണ്, അൺസർട്ടനിറ്റി അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അൺസർട്ടനിറ്റിയെ എന്ത് ചെയ്യാണ്? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഒരു സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ, ആ മൂവ്മെൻറ്റിലുള്ള റിസ്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡെറിവേറ്റീവ്സിൽ ഏർപ്പെടുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ പ്രൈസ് റിസ്ക് ബൈ ലോക്കിംഗ് ഇൻ അസറ്റ് പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ആ പ്രൈസിൽ 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് പീരീഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് നമുക്ക് വിൽക്കുകയോ വാങ്ങുകയോ
എന്താ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രൈസ് എന്ത് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു അല്ലേ. അതാണ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് എലിമിനേറ്റിംഗ് ദി പ്രൈസ് റിസ്ക്. അപ്പോൾ പ്രൈസ് റിസ്ക് എന്ത് ചെയ്യും, ഒഴിവാക്കാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ബൈ ലോക്കിംഗ് ദി അസറ്റ് പ്രൈസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ഒരു അസറ്റിന് പ്രൈസ് ഫിക്സ് ചെയ്തു 100 രൂപ. അപ്പോൾ അത് 100 രൂപക്ക് നമുക്ക് പ്രൈസ് ഇന്ന് ഫിക്സ് ചെയ്തു, പക്ഷേ നമ്മൾ എന്നാണ് അത് സാധനം മേടിക്കുന്നത്, 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടോ. അപ്പോൾ അന്നത്തെ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അന്നത്തെ പ്രൈസ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ആർ ഫുൾഫിൽഡ് ഓർ ട്രാൻസാക്റ്റഡ് ത്രൂ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റൊക്കെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവും. ഇപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാകും. ഇനി ഫോർവേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആവും. ഓക്കെ, പിന്നെ ഓപ്ഷൻസ് OTC വഴിയാണ് എൻ്റെ ട്രേഡിങ് നടക്കൽ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ഡെറിവേറ്റീവ് കോൺട്രാക്ട് മെയ് ഹാവ് ദർ ഓൺ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ്, അവർക്ക് അത് ബയ്യറാവാം സെല്ലറാവാം അല്ലേ. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവരുടെ ഓൺ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ, അവരുടെ റൈറ്റ് ഉണ്ടാവും, അവരെന്താണ് ഒബ്ലിഗേഷൻസ് എന്നുള്ളത് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവ് ആർ മോസ്റ്റ്ലി ദി സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കൂടുതലും സെക്കൻഡറി മാർക്കറ്റ് വഴിയാണ് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാറ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഡെറിവേറ്റീവ് ആർ ദി ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് എന്നുള്ളത് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെറിവേറ്റീവ്സിൻ്റെ കാറ്റഗറിസ്. സിമ്പിൾ അല്ലേ. ഹിസ്റ്ററി ഓർ ഇവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവാം. അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. തേർഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ്. നാച്ചർ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫോർവേഡ്, സെക്കൻഡ് വൺ ഫ്യൂച്ചർ, തേർഡ് വൺ ഓപ്ഷൻ ആൻഡ് ഫോർത്ത് വൺ സ്വാപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർവേഡ്? ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്. അതാണ് അതിൽ ആ ഫോർവേഡ് കോൺട്രാക്റ്റിലൊരു കീ വേർഡാണത്, കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് വേർ സെറ്റിൽമെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ സ്പെസിഫിക് ഡേറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് ടുഡേയ്സ് അഗ്രീഡ് പ്രൈസ്. ഇന്ന് അഗ്രി ചെയ്ത പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യുന്നു, സെറ്റിൽമെൻറ്റ് നടക്കുന്നു. അങ്ങനെ 2 പാർട്ടീസ് തമ്മിൽ, 2 ആൾക്കാർ അല്ലേ, 2 പാർട്ടീസ് തമ്മിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി ഇനീഷ്യൽ പേയ്മെൻറ്റ് അറ്റ് ദി ടൈം ഓഫ് സൈനിങ് ദ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത്, ആ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫോർവേഡ് ആർ ജനറലി OTC ട്രേഡഡ് ആൻഡ് ആർ ക്ലോസ്ഡ് വിത്ത് ദ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അത് OTCയിലാണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് ക്ലിയർ അല്ലേ. ഇറ്റ്സ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. ദെൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ സർട്ടൈൻ ടൈം ഇൻ ഫ്യൂച്ചർ അറ്റ് സർട്ടൈൻ പ്രൈസ്. ഓക്കെ, ഒരു സർട്ടൈൻ പ്രൈസ്, ഒരു നിശ്ചിത പ്രൈസിൽ ഫ്യൂച്ചർ പീരീഡിൽ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് 2 പാർട്ടീസ് അവർ അഗ്രിമെൻറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനാണെന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അഗ്രിമെൻ്റ് ആണ്. അവിടെ 2 പാർട്ടീസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നു, ഈ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഇന്ന പ്രൈസിന് ഈ അണ്ടർലൈങ് അസറ്റ് ഞാൻ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫ്യൂച്ചറിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചർ എന്താണ്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. എക്സ്ചേഞ്ച് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഫോർവേഡ് എന്താണ്? കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, OTC വഴിയാണ്. ഓക്കെ, പക്ഷേ ഫ്യൂച്ചർ എന്താണ്? അത് ഒരു റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച് വഴിയാണ്. ഓക്കെ, ദീസ് ആർ ദി സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡ് കോൺട്രാക്ട് വിച്ച് ആർ സെറ്റിൽഡ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻറ്റ്, മാർക്ക് ടു മാർക്ക് സെറ്റിൽമെൻറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ ഫിസിക്കൽ ഡെലിവറിനേക്കാൾ കൂടുതൽ മാർക്ക് ടു മാർക്ക് സെറ്റിൽമെൻ്റ് ആണ് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടാവുക. എന്താണ് മാർക്ക് ടു മാർക്കറ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കിംഗ് ടു മാർക്കറ്റൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷന്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്ഷന്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ എ സ്പെസിഫിക് ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് പീരീഡ് കോൾഡ് സ്ട്രൈക്ക് പ്രൈസ്. ഈ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ഹോൾഡറിന് എന്താ കിട്ടുക? ഒരു റൈറ്റ് ആണ് കിട്ടുക. പക്ഷേ ആ റൈറ്റ് അത് ഒബ്ലിഗേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. ആൻ ഓപ്ഷൻ ഈസ് റൈറ്റ് ആണ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതിന് ഒബ്ലിഗേഷൻ ഇല്ല. ഓക്കെ, ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ ദി സ്പെസിഫിക് ഡേറ്റ് അറ്റ് സ്പെസിഫിക് പ്രൈസ്. അപ്പോൾ ഒരു സ്പെസിഫിക് പ്രൈസിൽ സ്പെസിഫിക് ഡേറ്റിൽ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഓപ്ഷൻ വാങ്ങുകയാണ്. ആ ഓപ്ഷൻ പ്രകാരം അത് ഓപ്ഷൻ ഹോൾഡറിന് റേറ്റ് ഉണ്ടാകും ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷന്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഗിവ് ദ ബയർ ദ റൈറ്റ്. കോൾ ഓപ്ഷൻ ഹോൾഡറിന് എന്താണ് കിട്ടുക? എന്ത് റേറ്റാണ് കിട്ടുക? ബൈ ചെയ്യാനുള്ള റൈറ്റാണ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ. പക്ഷേ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സെല്ലർ അല്ലേ, നമ്മളിപ്പോൾ മിസ്റ്റർ എ എന്ത് ചെയ്തു? ഒരു കോൾ ഓപ്ഷൻ ഹോൾഡറാണെന്ന് വിചാരിക്കുക. കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ഹോൾഡർ ആണെങ്കിൽ അത് ബൈ ചെയ്യാനുള്ള റേറ്റ് ആർക്കുണ്ട്? മിസ്റ്റർ എക്ക് ഉണ്ട്. ഇപ്പോൾ മിസ്റ്റർ എ അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി എന്ത് ചെയ്യണം? വിൽക്കണം, കൊടുക്കണം. ഓക്കെ, പക്ഷേ മിസ്റ്റർ എക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാങ്ങിയാൽ മതി. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി എന്തായാലും കൊടുക്കണം, പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാങ്ങിയാൽ മതി. ഓക്കെ, അതാണത്. കോൾ ഗിവ്സ് ബൈയോ ദ റൈറ്റ് ടു ബൈ ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ ആൻ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ സ്പെസിഫിക് ഡേറ്റ് അറ്റ് സ്പെസിഫിക് പ്രൈസ്. ഓക്കെ, ഇനി പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്. എന്താ അവിടെ? സെല്ലാണ് വരുന്നത്. പുട്ട് ഓപ്ഷൻ ഗിവ്സ് ദ ബൈയർ ദ റൈറ്റ് ടു സെല്ല്. അപ്പോൾ പുട്ട് ഓപ്ഷൻ ഹോൾഡറിന് എന്താ ഉണ്ടാവുക? റൈറ്റ് ടു സെല്ലാണ് ബട്ട് നോട്ട് ടു ഒബ്ലിഗേഷൻ ടു സെൽ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ സ്പെസിഫിക് ഡേറ്റ് അറ്റ് സ്പെസിഫിക് പ്രൈസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പുട്ട് ഓപ്ഷന്, കോൾ ഓപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്വാപ്പ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. സ്വാപ്പ് ആർ ദി പ്രൈവറ്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഇൻ പീരിയോഡിക് ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ലൈക്ക് ഫോർവേഡ്, സ്വാപ്പ് ആർ OTC ട്രേഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് സ്വാപ്പ് എന്നുള്ളത് നോക്കുക. സ്വാപ്പ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ചേഞ്ച് ചെയ്യണം. സ്വാപ്പ് ആർ പ്രൈവറ്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ദ ക്യാഷ് ഫ്ലോ. അവിടെ എന്താണ്? ക്യാഷ് ഫ്ലോ ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരാളത് മറ്റാൾ കൊടുക്കുന്നു, മറ്റാളത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു, അല്ലേ? അതാണ് ഇൻ പീരിയോഡിക് ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ഇൻ്റർവെല്ലിൻ്റെ ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യാണ്. അതിനെയാണെന്ന് പറയുന്നത് സ്വാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? ഫസ്റ്റ് വൺ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. അപ്പോൾ ദീസ് ആർ ദി ഡെറിവേറ്റീവ്സ് വേർ ദ അണ്ടർലൈങ് അസറ്റ് എന്താകും അവിടെ? എനി അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ലൈക്ക് റൈസ്, വീറ്റ്, കോഫി, റബ്ബർ, അങ്ങനെ അല്ലെങ്കിൽ മെറ്റൽ പോലത്തെ കോപ്പർ, ഗോൾഡോ സിൽവറോ അങ്ങനെ ഏതെങ്കിലും കമ്മോഡിറ്റി ആവും. അപ്പോൾ ഫസ്റ്റ് വൺ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് അല്ലേ. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അണ്ടർലൈങ് അസറ്റ് എന്താകും? കമ്മോഡിറ്റി ആകും. സിമ്പിൾ അല്ലേ? ഇനി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഡെറിവേറ്റീവ്സ് വേർ അണ്ടർലൈങ് അസറ്റ് മേ ബി എനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആകും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കറൻസിയോ ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും, അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? അത് എക്സാമിന് ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്? ഫസ്റ്റ് വൺ കറൻസി ഡെറിവേറ്റീവ്സ്. അപ്പോൾ
കറൻസി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, കറൻസി ആകും. ദീസ് ആർ ബേസ്ഡ് ഓൺ ദി എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് വേരിയസ് കറൻസീസ് ലൈക്ക് INR, US ഡോളർ, ബ്രിട്ടീഷ് പൗണ്ട്, ജപ്പാനീസ് yen, etc. Okay, currency derivatives came into force only after 1972 when the fixed exchange rate system under Bretton Woods system came into an end. Okay. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ആണെങ്കിലാ അവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, ഇൻട്രസ്റ്റ് റേറ്റ് ആകും. ദീസ് ആർ ദി ഡെറിവേറ്റീവ്സ് വേർ ദ അണ്ടർലൈയിങ് അസറ്റ് ആർ ഇൻട്രസ്റ്റ് റേറ്റ്. ലിബോർ അല്ലേ, ലിബോർ എന്താണ്, ലിബോറിൻ്റെ ഫുൾ ഫോം എന്താ, ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സിൽ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, ഇൻട്രസ്റ്റ് റേറ്റ് ആകും. ദെൻ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, അപ്പോൾ വേർഡ് തന്നെ പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കാം അല്ലേ, അവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, ഇക്വിറ്റി ഷെയർ ആകും. ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആകും, ലൈക്ക് BSE സെൻസെക്സ്, NSE നിഫ്റ്റി തുടങ്ങിയ അങ്ങനെ ഏതെങ്കിലും ഇൻഡെക്സ് ആകും എന്ത്, ഫിനാൻഷ്യൽ അണ്ടർലൈയിങ് അസറ്റ് ആവുക. ദെൻ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്, ദീസ് ആർ ബീങ് യൂസ്ഡ് ഫോർ മാനേജിങ് ദ ക്രെഡിറ്റ് റിസ്ക്, ഡിഫോൾട്ട് റിസ്ക്. ഇനി അതർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാറൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കും, ഡിഫൈൻ വാറൻറ്റ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓപ്ഷൻ ജനറലി ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 9 months. ഓപ്ഷന് മെച്യൂരിറ്റി പീരീഡ് എന്താകും, 9 months ആകും. ലോങ് ഡേറ്റഡ് ഓപ്ഷൻസ് ആർ കോൾഡ് വാറൻറ്റ്. അപ്പോൾ ലോങ് ആയിട്ടുള്ള 9 monthsനേക്കാൾ കൂടുതലായിട്ടുള്ള ഓപ്ഷനെയാണ് എന്ത് പറയുന്നത്, വാറൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാറൻ്റ് ഒക്കെ ഇതിലൂടെയാണ് ട്രേഡ് ചെയ്യുക, OTC വഴിയാണ് ട്രേഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലീപ്സിൻ്റെ ഫുൾ ഫോം എന്താണ്, ലോങ് ടൈം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ്. അപ്പോൾ അതെന്താണ് ലീപ്സ് ആർ ദി ഓപ്ഷൻ ഹാവിങ് എ മെച്യൂരിറ്റി പീരീഡ് അപ് ടു 3 years. അപ്പോൾ ഓപ്ഷനിലെ മെച്യൂരിറ്റി പീരീഡ് 3 years വരെ ഉള്ളതിനെ നമ്മളെന്ന് വിളിക്കും, ലീപ്സ് എന്ന് വിളിക്കും. ലോങ് ടൈം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ് ലോങ് ടൈം ആണ്. ഓക്കെ, ദെൻ ബാസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഓപ്ഷൻ ബേസ്ഡ് ഓൺ എ പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്താകും, ഒരു പോർട്ട്ഫോളിയോ ആകും, നമ്പർ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആകും. ദ അണ്ടർലൈയിങ് അസറ്റ് ഈസ് യൂഷ്വലി എ മൂവിങ് ആവറേജ് ഓഫ് ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്. ഓക്കെ, അപ്പോൾ അത് അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് അസറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഉണ്ടാകും, അതിൻ്റെ ഒരു ബാസ്ക്കറ്റാണ് ഈ ബാസ്ക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വെതർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഡെറിവേറ്റീവ്സ് വേർ ദ അണ്ടർലൈയിങ് അസറ്റ് മേ ബി എന്താകും, അവിടെ അണ്ടർലൈയിങ് അസറ്റ് റെയിനോ, ടെമ്പറേച്ചറോ, സ്നോ, ഹ്യൂമിഡിറ്റി, അങ്ങനെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വെതറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകും ഇത് അവിടെ അണ്ടർലൈയിങ് അസറ്റ്. ദീസ് ആർ ബീങ് യൂസ്ഡ് മെയിൻലി ദ ഫാർമേഴ്സ് ടു മാനേജ് റിസ്ക് അറൈസിങ് ഔട്ട് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഓഫ് വെതർ കണ്ടീഷൻ. അപ്പോൾ ഇത് കൂടുതലും നോക്കുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതലും ഈ ഒരു വെതർ ഡെറിവേറ്റീവ്സ് നടക്കുന്നത് ഫാമേഴ്സിൻ്റെ ഇടയിലാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ വെതർ കണ്ടീഷൻസൊക്കെ അതിലുണ്ടാകുന്ന റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഡെറിവേറ്റീവാണ് ഇത് വെതർ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ഓക്കെ, ഫയൽ ഫസ്റ്റ് വണ്ണാണ് OTC ഡെറിവേറ്റീവ്സ്. അപ്പോൾ OTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദി കൗണ്ടർ എന്നാണ് OTCൻ്റെ ഫുൾ ഫോം. അപ്പോൾ ദീസ് ആർ ദി കോൺട്രാക്ട് ദാറ്റ് ആർ ബീങ് ട്രേഡഡ് ഡയറക്ട്ലി ബിറ്റ്വീൻ 2 parties വിതൗട്ട് ഗോയിങ് ത്രൂ എനി എക്സ്ചേഞ്ച് ഓർ അതർ ഇൻ്റർമീഡിയറി. അപ്പോൾ OTC ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ OTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ കോൺട്രാക്റ്റ് അവർ എല്ലാ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആൾക്കാർ ഡയറക്റ്റ്ലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ദീസ് ആർ ദി കോൺട്രാക്ട് ദാറ്റ് ബീങ് ട്രേഡ് ചെയ്യുന്നത് തന്നെ ഡയറക്റ്റ്ലി ആണ്. ആരാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് അവർ 2 പേരും ഡയറക്റ്റ്ലി ആയിട്ട് എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അത് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ഒരു ഇൻ്റർമീഡിയറി ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, OTC വഴി ട്രേഡ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദി ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്, ഫോർവേഡ് സ്വാപ്പ്, എക്സോട്ടിക് ഓപ്ഷൻസ് എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് OTC ഡെറിവേറ്റീവ്സ്. അപ്പോൾ OTC ഡെറിവേറ്റീവ്സിന് മെയിൻ എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്നുള്ളത് എന്താണ്, ഫോർവേഡും സ്വാപ്പും. ഓക്കെ, ദ മെയിൻ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് OTC ഡെറിവേറ്റീവ്സ് കൗണ്ടർ പാർട്ടി റിസ്ക്. അപ്പോൾ മെയിൻ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ആണ് OTCയിൽ ഉണ്ടാവുക. കാരണം കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു അസറ്റ് തരാമെന്ന് പറയുന്നു അല്ലേ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു അസറ്റ് തരാമെന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ വില കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറണം. അതിനെയാണ് എന്ത് പറയുന്നത്, കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. അത്
ഉണ്ടാവാൻ ചാൻസ് ഏതിൽ കൂടുതലാണ്? ഈ OTC ഓവർ ദി കൗണ്ടർ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ OTC വഴി ട്രേഡ് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ പാർട്ടി റിസ്ക് കൂടും. ഓക്കെ, കൗണ്ടർ പാർട്ടി റിസ്ക് arise when any one of the party fails to fulfill his obligation under the contract. അതാണ് ഏതെങ്കിലും ഒരു പാർട്ടീസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നു അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാതിരിക്കുന്നു. ആ സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് OTC ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റ്? ഇറ്റ്സ് വെരി ഫ്ലെക്സിബിളാണ്, കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ, കസ്റ്റമൈസ്ഡ് ടു ദി റിക്വയർമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. ആ പാർട്ടീസിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അണ്ടർലൈങ് അസറ്റ് ക്യാൻ ബി എനിത്തിങ്, എന്താവാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും അണ്ടർലൈങ് അസറ്റ് ആവാം. സൈസ് ഓഫ് ദി കോൺട്രാക്ട് ക്യാൻ ബി എനി എമൗണ്ട് അല്ലേ. അപ്പോൾ അവർ ഇതെന്താണ്, കസ്റ്റമൈസ്ഡ് ആണ്, അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഏത് അസറ്റ് വേണമെങ്കിൽ അണ്ടർലൈങ് അസറ്റ് ആക്കി എടുക്കാം. എന്താ പറയുക, കോൺട്രാക്റ്റിൻ്റെ സൈസ് അത് എത്ര എമൗണ്ടിൻ്റെതും ആക്കാം, ഡെലിവറി ഏത് പ്ലേസിലും ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ആ രണ്ട് പാർട്ടീസിൻ്റെയും വില്ലിങ്നെസ് അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, സംസാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡീലെത്തിയാണ്. അപ്പോൾ അവർ കസ്റ്റമൈസ്ഡ് ആണ്, രണ്ട് പേരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഇനി ഇതിൻ്റെ OTCൻ്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ ഡീമെറിറ്റ്, ഓക്കെ, അപ്പോൾ OTC എന്താണെന്ന് മനസ്സിലായി. OTCൻ്റെ മെറിറ്റ്, ഡീമെറിറ്റ്. ദർ ഈസ് എ ചാൻസ് ഓഫ് കൗണ്ടർ പാർട്ടി റിസ്ക്. ഞാൻ പറഞ്ഞു കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവും അല്ലേ. OTC ഡെറിവേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഓവർ ദി കൗണ്ടർ. അപ്പോൾ ഡയറക്റ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരു അസറ്റ് ഭാവിയിൽ നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തരാമെന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇനി ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് ഈ ഒരു അസറ്റ് തരാമെന്ന് പറയാണ് അല്ലേ. 3 മാസം കഴിഞ്ഞു, അസറ്റ് ഞാൻ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു പാർട്ടി ആ കോൺട്രാക്ട്, ആ ഒബ്ലിഗേഷന് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഫെയിൽ വരുത്തി. അപ്പോൾ അതിനാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, OTCയിൽ ഞാനവിടെ അല്ലെങ്കിൽ ഇനീഷ്യൽ പേയ്മെൻറ്റും തരാത്തത് കൊണ്ട് അവിടെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഒഴിവാവാൻ കോൺട്രാക്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാകും. ബയർ ആൻഡ് സെല്ലർ മസ്റ്റ് സ്പെൻഡ് ടൈം ഇൻ ഐഡൻറ്റിഫൈയിങ് ഈച്ച് അതർ. എന്താ പറയുക, ഈ ബയ്യറും സെല്ലറും അത്യാവശ്യം സമയം എടുക്കണം. ആ കോൺട്രാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയാണ് അതിൻ്റെ സൈസ്, എത്ര എമൗണ്ട് ആണ് എന്നുള്ളതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഹൈ ആണ്. ഓഫ്സെറ്റിംഗ് ഇസ് നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ്. എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ മനസ്സിലാക്കാം, അത് ട്രേഡ് ചെയ്യുന്നത് എന്താണ്, ത്രൂ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച്. ദ ഡെറിവേറ്റീവ് ദാറ്റ് ആർ ബീങ് ട്രേഡഡ് ഓൺലി ത്രൂ ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ആർ കോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്. സിമ്പിൾ അല്ലേ. ഹിയർ ദ എക്സ്ചേഞ്ച് ഈസ് കൗണ്ടർ പാർട്ടി. എക്സ്ചേഞ്ച് ഈസ് ദ കൗണ്ടർ പാർട്ടി ഫോർ ബോത്ത് ദ സെല്ലർ ആൻഡ് ബയ്യർ. അപ്പോൾ അവിടെ നമ്മളെന്ത് ചെയ്യണം, ബയ്യർ ആയാലും സെല്ലർ ആയാലും അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആരുണ്ട്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത് വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദ എക്സ്ചേഞ്ച് ടേക്ക് ആൻ ഇനീഷ്യൽ മാർജിൻ ഫ്രം ബോത്ത് സൈഡ് ഓഫ് ദി ട്രേഡ് ടു ആക്ട് ആസ് എ ഗ്യാരണ്ടിയർ. അപ്പോൾ ഈ ആരാണോ ഇതിൻ്റെ ഈ ഗ്യാരണ്ടിയറായിട്ട് നിൽക്കുന്നത് അവരെന്ത് ചെയ്യുന്നു, ബോത്ത് പാർട്ടിയിൽ നിന്നും ബയറിൽ നിന്നും സെല്ലറിൽ നിന്നും ഒരു ഇനീഷ്യൽ മാർജിൻ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് ട്രേഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റാണ് ഏത്, ഈ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആർ ട്രേഡഡ് ഓൺലി ത്രൂ എക്സ്ചേഞ്ച്. ക്ലിയർ അല്ലേ. ഇനി എന്താണ് ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റ്? ഫ്രീ ഫ്രം കൗണ്ടർ പാർട്ടി റിസ്ക്. കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവില്ല, കാരണം അവിടെ എന്തുണ്ട്, ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. തുടക്കത്തിൽ തന്നെ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ബയറിൽ നിന്നും സെല്ലറിൽ നിന്നും ഇനീഷ്യൽ മാർജിനിൽ ഒരു എമൗണ്ട് മേടിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആണ്, ഫിക്സ്ഡ് ആണ്. ഇത്ര തന്നെ ആദ്യം തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ എൻ്റർ ഇൻ ടു ഓർ എക്സിറ്റ് ഫ്രം ഡെറിവേറ്റീവ് കോൺട്രാക്ട് വെരി കൺവീനിയൻ്റ്ലി. ഈ അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാം, അത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, കോൺട്രാക്റ്റിൽ നിന്ന് എക്സിറ്റും ചെയ്യാം. ഓക്കെ, പിന്നെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലെസ് ഫ്ലെക്സിബിൾ. കാരണം ലെസ് ഫ്ലെക്സിബിൾ ആണ്. അത് ഓരോരുത്തരും അല്ലെങ്കിൽ ആ എന്താ പറയുക, ഡെറിവേറ്റീവ്സിൽ അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന 2 പേര് മാത്രമല്ല അവിടെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ സൈസും പ്രൈസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ലോട്ട്
ഒരു ലോട്ട് അതിൽ ഇത്ര ഷെയർ ഇത്ര രൂപ എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ അല്ല. ഓക്കെ, നമ്മളുടെ ഓരോ കസ്റ്റമറിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പാർട്ടീസിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താൻ പറ്റില്ല. ദീസ് നോട്ട് കസ്റ്റമൈസ്ഡ് റിക്വയർമെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. അതാണ് പറഞ്ഞത്, കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ OTC ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്. അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക. OTC എന്താണ്, എക്സ്ചേഞ്ച് ട്രേഡ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ഫ്ലെക്സിബിൾ ആണ്, ലെസ് ഫ്ലെക്സിബിൾ ആണ്. കസ്റ്റമൈസ്ഡ് ടു ദി റിക്വയർമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. OTCയിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്ചേഞ്ച് ട്രേഡിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, OTCയിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാകും, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഹൈ ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് നോർമലാണ്. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ എക്കണോമിക് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ടു എലിമിനേറ്റ് ദ റിസ്ക് ത്രൂ ഹെഡ്ജിങ്. ഹെഡ്ജിങ് വഴി റിസ്ക് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ നെക്സ്റ്റ് പോയിൻ്റ് എന്നാൽ ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ടു സപ്പോർട്ട് ദ പ്രൈസ് ഡിസ്കവറി പ്രോസസ്സ്. പ്രൈസ് ഡിസ്കവറി പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലേ, ഒരു പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടു പ്രൊമോട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഓഫ് ദി പബ്ലിക്. ഈ പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് അത് പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ടു ആക്ട് ആസ് എൻ എഫക്റ്റീവ് ടൂൾ ഫോർ റൈസിങ് മണി. ഫണ്ട് റേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മണി റേസ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ടൂളായിട്ട് ഈ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിനെ കാണുന്നു. അപ്പോൾ ഇതാണ് എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്കണോമിക് ഫങ്ഷൻസ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ കുറച്ചുള്ളൂ. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് ഡെറിവേറ്റീവ്സ്, എന്താണ് പഠിക്കാം, ഹെഡ്ജിങ് എന്താണെന്ന് പഠിക്കാം, ഡെറിവേറ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഓക്കെ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതിൽ ഫോർവേഡിൻ്റെ മീനിങ് പഠിക്കണം, ഫ്യൂച്ചറിൻ്റെ മീനിങ് പഠിക്കണം, ഓപ്ഷന് സ്വാപ്പ്, ഓപ്ഷനിൽ രണ്ടെണ്ണം, കോൾ ഓപ്ഷന്, പുട്ട് ഓപ്ഷന് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. പിന്നെ എന്താ പറയുക, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, അല്ലേ, ഓൺ ദ ബേസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, കറൻസി ഡെറിവേറ്റീവ്സ്, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ്, വെതർ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും എന്താണ് അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് മാറുക, കമ്മോഡിറ്റി ആണെങ്കിൽ കമ്മോഡിറ്റി ആകും, കറൻസി ആണെങ്കിൽ കറൻസി ആകും, ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആകും, അതിൻ്റെ അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക, അടുത്തൊരു ടൈപ്പ് പഠിച്ചു, OTC ട്രേഡഡ് ഡെറിവേറ്റീവ്സും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് ലാസ്റ്റ് എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളുള്ളത്. വളരെ സിമ്പിളാണ്, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.